Hello students, നമ്മുടെ നേരത്തെ characterization of connectedness എന്നോ characterization of intervals എന്നോ പറയാം. പക്ഷെ നമ്മൾ characterization connectedness ആണ് പഠിക്കുന്നത്. Characterization of connectedness ആണ് കൂടുതലും പറയാം. അപ്പോൾ നമ്മൾ ഒരു പാർട്ട് പ്രൂവ് ചെയ്തു. അടുത്ത പാർട്ടിന് വേണ്ടി നമ്മൾ R ന്റെ സബ്സെറ്റ് എടുക്കുന്നു. അത് ഇന്റർവൽ ആണ് എന്ന് അസ്യൂം ചെയ്യുന്നു. Let x subset of R be an interval. Subset of R ന് x എന്ന് പേര് കൊടുക്കുന്നു. അതൊരു interval ആണ് എന്ന് നമ്മൾ assume ചെയ്യുന്നു. X subset of R be an interval. Then we have to prove that it is connected. To prove that X is connected. If X is not connected. X is not connected. Connected ആണ് എന്ന് പ്രൂവ് ചെയ്യേണ്ടപ്പോൾ നമ്മൾ കണക്റ്റഡ് അല്ല എന്ന് വിചാരിക്കുന്നു. കണക്റ്റഡ് അല്ല എന്ന് വിചാരിച്ചാൽ connectedness definition നമുക്കറിയാം. If X is not connected, then we can write X equal to A union B. X equal to A union B. A bar intersection B bar. Direct definition ഇതാ. A bar intersection B bar equal to 5. A യും B യും നോൺ എംപ്റ്റി സെറ്റ്. A B not equal to 5. ഓപ്പൺ ക്ലോസ്ഡ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഡയറക്റ്റ് കണക്റ്റഡ്നെസ്സിന്റെ ഡെഫിനിഷൻ ആണ് ഉപയോഗിക്കുന്നത്. കണക്റ്റഡ് അല്ല, കണക്റ്റഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു റൈറ്റ്. ഇപ്പൊ കണക്റ്റഡ് അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് പോസിബിൾ ടു റൈറ്റ് ഇങ്ങനെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. എയും ബിയും നോൺ എംപ്റ്റി ആണ്. അപ്പോൾ അവിടെ പോയിന്റ്സ് ഉണ്ടല്ലോ. ഞാൻ എയിൽ നിന്ന് എ നോട്ട് എടുക്കുന്നു. എ നോട്ട് എലമെന്റ് ഓഫ് എ ആൻഡ് ലെറ്റ് എ നോട്ട് എലമെന്റ് ഓഫ് എ ആൻഡ് ബി നോട്ട് എലമെന്റ് ഓഫ് ബി. എ നോട്ടും ബി നോട്ടും എക്സ് എ യൂണിയൻ ബി ആണ്. എ നോട്ട് എയിലെയാണ്, ബി നോട്ട് ബിയിലെയാണ്. അങ്ങനെ രണ്ട് പോയിന്റ്സ് എടുത്തു. എക്സ് എ യൂണിയൻ ബി ആണ്, എക്സ് ഇന്റർവൽ ആണ്. ഇന്റർവൽ ആണെങ്കിൽ നമുക്കറിയാം ഇന്റർവെല്ലിലെ രണ്ട് പോയിന്റ്സ് എപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പൊ അതിനകത്തെ ഇന്റർവൽ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പിന്നെ ബ്രേക്ക് ഇല്ല എന്നാണ് ശരിക്കും അർത്ഥം. നോട്ട് കണക്റ്റഡ് എന്നുള്ളത് നമ്മുടെ അസംഷൻ ആണ്, നമ്മൾ തെറ്റായി കൊടുക്കുന്ന അസംഷൻ ആണ്. അതുകൊണ്ട് അതിലേക്ക് നിങ്ങൾ സ്ട്രെസ് ചെയ്യരുത്. ഇന്റർവൽ ആണ് എന്നുള്ളതാണ് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഇവിടെ ഉള്ളത്. ഇന്റർവൽ ആണെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതിനെ നമ്മൾ എ യൂണിയൻ ബി ഫോമിൽ എഴുതി. അത് ഇന്റർവൽ ആണ്. അപ്പൊ അതിലെ രണ്ട് പോയിന്റ്സ് ഇവിടുന്നൊരു എ നോട്ടും ഇവിടുന്നൊരു ബി നോട്ടും എടുത്തു എന്ന് വിചാരിക്കാം. എ നോട്ട് എയിലെയും ബി നോട്ട് ബിയിലെയും ആയിട്ട് എടുത്തു. ഇതിനെ ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇത് എയും ഇത് ബിയും. ഇപ്പൊ എ നോട്ട് കൃത്യം പകുതിയൊന്നും ഇല്ല. എ നോട്ട് എയിൽ നിന്ന് എടുത്തു, ബി നോട്ട് ബിയിൽ നിന്ന് എടുത്തു. അതിന്റെ മിഡ് പോയിന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എ നോട്ട് പ്ലസ് ബി നോട്ട് ഡിവൈഡഡ് ബൈ 2. ഇത് രണ്ടും എക്സിലെ പോയിന്റ് ആയി. അപ്പം എ നോട്ടും ബി നോട്ടും എക്സിലെ പോയിന്റ് ആയി. എക്സ് ഇന്റർവലും ആണ്. അപ്പൊ ഇന്റർവൽ ആണെങ്കിൽ അതിന്റെ മിഡ് പോയിന്റ് അവിടെ ഉണ്ടാവും. സോ എ നോട്ട് പ്ലസ് ബി നോട്ട് ഡിവൈഡഡ് ബൈ 2 അത് എക്സിലെ പോയിന്റ് ആണ്. എലമെന്റ് ഓഫ് എക്സ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ എന്നാ എ യൂണിയൻ ബി ആണ്. അപ്പൊ ഈ മിഡ് പോയിന്റ് എക്സിലുണ്ട്, എ യൂണിയൻ ബിയിലുണ്ട്. ഒന്നുകിൽ എയിലായിരിക്കും അല്ലെങ്കിൽ ബിയിലായിരിക്കും. either a naught plus b naught divided by 2, a naught plus b naught divided by 2, element of a, or a naught plus b naught divided by 2, element of b. ഇത് എയിലാണ് എന്ന് വിചാരിക്കുക. എയിലാണെങ്കിൽ ഇതിനെ a1 എന്ന് വിളിക്കുക. അപ്പോൾ b1 എന്തായിരിക്കും? b നോട്ട് തന്നെ ആയിരിക്കും. ഇത് എയിലാണെങ്കിൽ. അപ്പൊ നമ്മൾ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചു. അത് എയിലെ പോയിന്റ്, അപ്പൊ എ വലുതായിരിക്കും. മിഡ് പോയിന്റ് എയിലെ പോയിന്റ് ആണെങ്കിൽ അതിനെ a1 എന്ന് വിളിക്കുക. ബി നോട്ടിനെ നമ്മൾ b1 എന്ന് വിളിക്കുക. എന്നിട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാവോ? ഇനി തിരിച്ചാണെങ്കിൽ ഈ മിഡ് പോയിന്റ് ബിയിലാണെങ്കിൽ ഇതിനെ നമുക്ക് b1 എന്ന് വിളിക്കാം. അപ്പോൾ a1 എന്ന് പറയുന്നത് പഴയ എ നോട്ടായിട്ട് തന്നെ നിൽക്കുക. അപ്പൊ ഇതിന്റെ മിഡ് പോയിന്റ് നമ്മൾ ഇനി അടുത്ത് കണ്ടുപിടിക്കാൻ പോവാം. a1 റീനെയിം ചെയ്ത a1 പ്ലസ് b1 ഡിവൈഡഡ് ബൈ 2 നമ്മൾ കണ്ടുപിടിക്കാൻ പോവാം. അപ്പൊ അതും a1 പ്ലസ് b1. a1 എന്ന് പറയുന്നത് എന്താ? മിഡ് പോയിന്റ്, അത് എക്സിലെ പോയിന്റ്. b നോട്ട് എന്ന് പറയുന്നത് എന്നാ? നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു എക്സിലെ പോയിന്റ്. അപ്പൊ എക്സിലെ രണ്ട് പോയിന്റ്സിന്റെ എക്സ് ഇന്റർവൽ എക്സിലെ രണ്ട് പോയിന്റ്സ് ഇവിടെ വന്നാലും അങ്ങനെയാ. a1 a നോട്ട് തന്നെയാണ്, അത് എക്സിലെ പോയിന്റ്. മിഡ് പോയിന്റ് എക്സിലെ പോയിന്റ്. അപ്പൊ എങ്ങനെയാണെങ്കിലും എക്സിലെ രണ്ട് പോയിന്റ്സിന്റെ മിഡ് പോയിന്റ് ആണ് വീണ്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അത് എക്സിൽ തന്നെ ഉണ്ടാവും. സിൻസ് a1 ആൻഡ് b1 ഏത് കേസിൽ വന്നാലും a1 ഉം b1 ഉം
എക്സിലെ പോയിന്റ്സ് ആണ്. അതുകൊണ്ട് A1 പ്ലസ് B1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് മിഡ് പോയിന്റ് എക്സിലുണ്ടാവും. അപ്പോൾ ഇനി എന്നാ ചെയ്യും? ഇത് എക്സിലുണ്ടാവും. എക്സിലുണ്ടാവുന്ന പറഞ്ഞാൽ എക്സ് എ യൂണിയൻ ബി. ഈ മിഡ് പോയിന്റ് ഒന്നുകിൽ എയിലായിരിക്കും അല്ലെങ്കിൽ ബിയിലായിരിക്കും. മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ A1 പ്ലസ് B1 ഡിവൈഡഡ് ബൈ 2 എലമെന്റ് ഓഫ് എ ഓർ എലമെന്റ് ഓഫ് ബി. സെയിം പോയിന്റ് എലമെന്റ് ഓഫ് എ അല്ലെങ്കിൽ എലമെന്റ് ഓഫ് ബി. എലമെന്റ് ഓഫ് എ ആണെങ്കിൽ ഈ പോയിന്റിനെ ഞാൻ A2 എന്ന് വിളിക്കും. B2 മറ്റേ B1 തന്നെയായിട്ട് സെറ്റ് ചെയ്യും. അപ്പോഴും A2 മിഡ് പോയിന്റ് എക്സിലെ രണ്ട് പോയിന്റ്സിന്റെ മിഡ് പോയിന്റ് എന്നാണ് ഇപ്പൊ കിട്ടിയേക്കുന്നത്. ഇത് എലമെന്റ് ഓഫ് എക്സ് ആണ്. B2 B1 സെയിം നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു എലമെന്റ് ഓഫ് എക്സ് ആണ്. ഇവിടെ ആകുമ്പോൾ എന്നാ ചെയ്യേണ്ടത് നമുക്കറിയാം. പോയിന്റ് ബിയിലെയാണ്. അപ്പൊ നമ്മൾ മിഡ് പോയിന്റിനെ ഇവിടെ എന്ത് പേര് വിളിക്കും? ബിയിലെ ആയതുകൊണ്ട് അതിന് പുതിയ പേര് B2 എന്ന് കൊടുക്കും. A1നെ തന്നെ A1 ഈക്വൽ ടു A2 എന്നും നമ്മൾ കൊടുക്കും. എന്നിട്ട് നമ്മൾ അടുത്ത മിഡ് പോയിന്റ് കണ്ടുപിടിക്കും. A2 പ്ലസ് B2 ഡിവൈഡഡ് ബൈ 2. നെക്സ്റ്റ് മിഡ് പോയിന്റ് അതെന്നാ A2 എക്സിലെയാണ് B2 എക്സിലെയാണ്. ഏത് കേസിൽ വന്നാലും ഈ രണ്ട് കേസസ് വരുന്നത് ഏത് രണ്ടിലാണെങ്കിലും അത് എക്സിലെ രണ്ട് പോയിന്റ്സിന്റെ മിഡ് പോയിന്റ്. സോ എക്സ് ഇന്റർവൽ അതുകൊണ്ട് അതും എക്സിലെ പോയിന്റ്സ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രൊസീഡ് ചെയ്യുവാണ്. അപ്പൊ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചാ വരുന്നത്. കണ്ടുപിടിച്ച് വരുമ്പോൾ ഇത് അകത്തേക്കാണ് പോകുന്നത്. ഒന്നുകിൽ A0 A1 ആയിട്ട് തന്നെ നിൽക്കും, അല്ലെങ്കിൽ A0 മുമ്പോട്ട് പോകും. പിന്നെ B0ന്റെ കാര്യത്തിൽ എന്നാ സംഭവിക്കുന്നത്? B1 ചിലപ്പോൾ B0 ആയിട്ട് നിൽക്കും, അല്ലെങ്കിൽ ഇതിന്റെ മിഡ് പോയിന്റ് അപ്പൊ പുറകോട്ട് പോകും. അപ്പോൾ AN എന്ന് പറയുന്നത് ഒരു സീക്വൻസ്, ഇൻക്രീസിങ് സീക്വൻസ്. മിഡ് പോയിന്റ് ആയിട്ടല്ലേ പോകുന്നത്. ഇനി ഇതിന്റെ A0ന് പുറകിലേക്ക് പോകത്തില്ല. ഒന്നുകിൽ A0 ആയിട്ട് നിൽക്കും, അല്ലെങ്കിൽ ഇതിന്റെ B0 ആയിട്ട് മിഡ് പോയിന്റ് എടുക്കുമ്പോൾ മുമ്പോട്ട് പോകും. AN ഇൻക്രീസിങ് ആണ്. BN എന്നാ ചെയ്യും? BN ഡിക്രീസിങ് ആണ്. എങ്ങനെയാണേലും ഇതിന്റെ മിഡ് പോയിന്റ് എടുത്തെടുത്താ പോകുന്നത്. അപ്പൊ ഈ ഇന്റർവെലിന് വെളിയിലേക്ക് പോകത്തില്ലല്ലോ. A0 പ്ലസ് B0 ഡിവൈഡഡ് ബൈ 2, A1 പ്ലസ് B1 ഡിവൈഡഡ് ബൈ 2 ഇതെല്ലാം ഈ ഇന്റർവെലിലെ പോയിന്റ്സ് ആണ്. ഈ ഇന്റർവെലിന് പുറകിലേക്ക് പോകത്തില്ല. പക്ഷെ ഇത് ഇൻക്രീസ് ചെയ്യും, ഇത് ഡിക്രീസ് ചെയ്യും. നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. A0 A1 അതങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, B0 B1 അതങ്ങനെ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു പരിധി കടന്നു പോകത്തില്ല. ഇത് രണ്ടും ഒരേ സ്ഥലത്തേക്ക് വരും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം പറയാം. A0ഉം B0ഉം അങ്ങേറ്റത്തെ ഇങ്ങേറ്റത്തെ പോയിന്റ്സ്. അപ്പൊ അവര് തമ്മിലുള്ള വ്യത്യാസം ആ ഇന്റർവെലിന്റെ ലെന്ത്. അടുത്ത് തന്നെ അതിന്റെ മിഡ് പോയിന്റ് എടുത്തിട്ട് നമ്മൾ A1ഉം ചിലപ്പോൾ A0 A1 ആയിരിക്കും, പിന്നെ ഇവിടെ. അപ്പൊ എന്നാ സംഭവിക്കുന്നത്? പകുതി എടുത്തുള്ള അടുത്ത് തന്നെ ഇതിന്റെ മിഡ് പോയിന്റ് എടുക്കുന്നത്, അതിന്റെ പകുതി എടുത്തുള്ള ഒരു ഇന്റർവെൽ ഫോം ചെയ്യും. ദാറ്റ് ഈസ് B0 മൈനസ് A0, B0 റൈറ്റ് സൈഡ്, B1 മൈനസ് A1, B0 മൈനസ് A0. അത് വലിയ ഇന്റർവെൽ. B1 മൈനസ് A1 എന്ന് പറയുമ്പോൾ മിഡ് പോയിന്റ് കൊണ്ട് ഫോം ചെയ്ത B0 മൈനസ് A0 ഡിവൈഡഡ് ബൈ 2 ആണ് ഇതിന്റെ ലെന്ത്. B2 മൈനസ് A2 എന്ന് പറയുമ്പോൾ ഇതിന്റെ മിഡ് പോയിന്റ് എടുത്ത് ഫോം ചെയ്തത്. സോ ഇറ്റ് ഹാസ് ലെന്ത് B0 മൈനസ് A0 ഡിവൈഡഡ് ബൈ 2 അതിന്റെയും പകുതി ബൈ 4. അങ്ങനെ ലെന്ത് കുറഞ്ഞുകൊണ്ടിരിക്കുക. ഓർ ദിസ് ടെൻസ് ടു 0. അതേതാ? BN മൈനസ് AN എന്ന് പറയുന്ന സീക്വൻസ് 0. ഇവര് തമ്മിലുള്ള അകലം കുറഞ്ഞുകൊണ്ട് വരിക. അല്ലെ BNകള് ഇപ്പൊ കണ്ടില്ലേ, BNകള് ANകള് ഡിഫറൻസ് ടെൻസ് ടു 0 ആണെന്ന് പറഞ്ഞാൽ അവർ രണ്ടും ഒന്നാകാൻ പോവുകയാണ്. ANും BNും ഒന്നാകാൻ പോകാന്ന് പറഞ്ഞാൽ ആദ്യമൊന്നും അല്ല, ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഒരേ ലിമിറ്റിലേക്ക് തന്നെ പോകുന്നു. ഇത് ഈ സീക്വൻസസ് ഏതാ? A0 B0 എന്ന് പറയുന്ന ഇന്റർവെല്ലിനകത്തുള്ള സീക്വൻസസ് ആണ്. അതിനകത്തുള്ള പോയിന്റ്സേ ഉള്ളൂ. ഏറ്റവും കുറഞ്ഞാൽ അത് A0, ഏറ്റവും കൂടിയാൽ അത് B0. അപ്പൊ ഇത് രണ്ടും ബൗണ്ടഡ് ആണ്. ബൗണ്ടഡ് ആണ്. ഇത് മൊണോട്ടോൺ ഇൻക്രീസിങ് ആണ്, ഇത് മൊണോട്ടോൺ ഡിക്രീസിങ് ആണ്. ബൗണ്ടഡ് മൊണോട്ടോൺ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് സീക്വൻസസ്. നമ്മൾ ഈ മനസ്സിലാക്കിയ കാര്യം തന്നെ ഓർഡർ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഓഫ് റിയൽ ലൈൻ എന്ന് പറഞ്ഞ് നിങ്ങൾ റിയൽ അനാലിസിസിൽ പഠിച്ചിട്ടുണ്ട്. ഓർഡർ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഓഫ് റിയൽ ലൈൻ എന്നാ? AN is a sequence of monotone increasing, a sequence of bounded monotone increasing terms. BN similarly monotone decreasing bounded. Then if BN minus AN tends to 0, both AN and BN converges to same limit. രണ്ടും ഒരെണ്ണമാണ്, ഞാൻ C എന്ന് വിളിക്കുക. ANും BNും ഒരേ ലിമിറ്റിലേക്ക് പോകുമെന്നാണ് ഓർഡർ കംപ്ലീറ്റ്. BN മൈനസ് AN 0യിലേക്ക് പോകും. BNും ANും ഒരേ ലിമിറ്റിലേക്ക് പോകുമെന്ന് നമുക്ക് ഇവിടെ ഒരു ബേസിക് ആയിട്ട് ഐഡിയ കൊണ്ട് തന്നെ മനസ്സിലായി. പക്ഷെ ഇത് റിയൽ ലൈനിലുള്ള ഓർഡർ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി തന്നെയാണ്. AN BN ഒരേ ലിമിറ്റിലേക്ക് പോകും.
ടെൻസ് ടു സി. എ എനും ബി എനും സിയിലേക്ക് പോകും. ലിമിറ്റ് ആണ്. എ എന്നിന്റെ ലിമിറ്റ് ആണ് സി, ബി എന്നിന്റെ ലിമിറ്റ് ആണ് സി. എ എന്നുകൾ എവിടുന്നാ വന്നത്? എ നോട്ട് എയിലെയാണ്. എ വണ്ണും നമ്മൾ എയിലെ പോയിന്റ് ആയിട്ടാണ്. മാറുന്നില്ലെങ്കിൽ പഴയ പോയിന്റ് തന്നെ. മിഡ് പോയിന്റ് എയിലെ ആണെങ്കിൽ നമ്മളതിനെ മിഡ് പോയിന്റിനെ എ വൺ എന്ന് വിളിക്കുന്നു. അപ്പൊ നമ്മൾ എ എന്ന് നെയിം ചെയ്തിരിക്കുന്ന ഒക്കെ ഇതൊക്കെ എയിലെ പോയിന്റ്സ് ആണ്. സീക്വൻസ് ഓഫ് പോയിന്റ്സ് ഇൻ എ. ബി എന്ന് വിളിച്ചൊക്കെ സീക്വൻസ് ഓഫ് പോയിന്റ്സ് ഇൻ ബി. അപ്പോൾ ഈ സീക്വൻസ് സിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, ഈ സീക്വൻസും സിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് സിയുടെ ഏത് നെയ്ബർഹുഡ് എടുത്താലും എവരി നെയ്ബർഹുഡ് ഓഫ് സി, എവരി നെയ്ബർഹുഡ് ഓഫ് സി, സീക്വൻസ് എന്റെ ടേംസ് സിക്ക് എടുത്തുണ്ട് എന്ന് പറഞ്ഞാൽ എയിലെ ടേംസ് സിക്ക് എടുത്തുണ്ട്. എത്ര ചെറിയ നെയ്ബർഹുഡ് എടുത്താലും എന്നിന്റെ ലിമിറ്റ് ആണ് സി. എവരി നെയ്ബർഹുഡ് ഓഫ് സി കണ്ടെയ്ൻസ് എന്താ? പോയിന്റ്സ് ഓഫ് എ. പോയിന്റ്സ് ഓഫ് എ. സീക്വൻസ് എന്റെ ടേംസ് ഒക്കെ എയിലെയാണ്. ഏത് നെയ്ബർഹുഡ് ഓഫ് സി എടുത്താലും എന്നിന്റെ ലിമിറ്റ് ആണ് സി. സിക്ക് അടുത്തൊക്കെ എന്നുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ സിക്ക് അടുത്തെല്ലാം എയിലെ പോയിന്റ്സ് ഉണ്ട്. എത്ര ചെറിയ നെയ്ബർഹുഡ് ആണെങ്കിലും ഇത് ലിമിറ്റ് ആയതുകൊണ്ട് സിക്ക് അടുത്ത് എയിലെ പോയിന്റ്സ് ഉണ്ട്. B tends to C. Similarly, every neighborhood of C contains points of B. ബിയിലെ പോയിന്റ്സും സിയുടെ നെയ്ബർഹുഡ്സ് എല്ലാം കണ്ടെയ്ൻ ചെയ്യും. അപ്പൊ ഏത് നെയ്ബർഹുഡ് എടുത്താലും അത് എ ഇന്റർസെക്ട് ചെയ്യുന്നു. ഏത് നെയ്ബർഹുഡ് എടുത്താലും അത് എ ഇന്റർസെക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സി എലമെന്റ് ഓഫ് എ ക്ലോഷർ എന്നാണ് അതിന്റെ അർത്ഥം. ഏത് നെയ്ബർഹുഡ് എടുത്താലും അത് ബി എ ഇന്റർസെക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സി എലമെന്റ് ഓഫ് ബി ക്ലോഷർ എന്നാണ് അതിന്റെ അർത്ഥം. രണ്ടിടത്തും ഉണ്ട്. സി എ ക്ലോഷറിലും ഉണ്ട്, സി ബി ക്ലോഷറിലും ഉണ്ട്. സി എലമെന്റ് ഓഫ് എ ക്ലോഷർ ഇന്റർസെക്ഷൻ ബി ക്ലോഷർ. അപ്പോൾ സി എ ക്ലോഷർ ഇന്റർസെക്ഷൻ ബി ക്ലോഷറിൽ ഉണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എക്സ് കണക്റ്റഡ് അല്ലെങ്കിൽ എക്സ് എ യൂണിയൻ ബി എ ബാർ ഇന്റർസെക്ഷൻ ബി ബാർ ഈക്വൽ ടു ഫൈ, എ ബി നോട്ട് ഈക്വൽ ടു ഫൈ, എ ബാർ ഇന്റർസെക്ഷൻ ബി ബാർ ഈക്വൽ ടു ഫൈ ഇഫ് എക്സ് ഇസ് നോട്ട് കണക്റ്റഡ്. പക്ഷെ നമുക്കിപ്പോൾ കിട്ടിയ എ ബാർ ഇന്റർസെക്ഷൻ ബി ബാറിൽ ഈ രണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ രണ്ട് സീക്വൻസസ് ഫോം ചെയ്യാം. രണ്ട് സീക്വൻസിന്റെ ലിമിറ്റ് ഒരു പോയിന്റ് ആണ്. ആ പോയിന്റ് എ ബാർ ഇന്റർസെക്ഷൻ ബി ബാറിലെ പോയിന്റ് ആയി മതിയാവും. എ ബാറിലുണ്ട് ബി ബാറിലുണ്ട്. എയുടെ ഏത് നെയ്ബർഹുഡ് എടുത്താലും സിയുടെ ഏത് നെയ്ബർഹുഡ് എടുത്താലും എയിലെ പോയിന്റ്സ് ഉണ്ട്, സിയുടെ ഏത് നെയ്ബർഹുഡ് എടുത്താലും ബിയിലെ പോയിന്റ്സ് ഉണ്ട്. സി എ ബാറിലെയും പോയിന്റ് ആണ്, സി ബി ബാറിലെയും പോയിന്റ് ആണ്. എ ബാർ ഇന്റർസെക്ഷൻ ബി ബാറിന് അപ്പോൾ എം ഡി ആവാൻ പറ്റാതെ വന്നു. എ ബാർ ഇന്റർസെക്ഷൻ ബി ബാർ നോട്ട് ഈക്വൽ ടു ഫൈ എന്ന്. അത് എക്സ് ഈസ് നോട്ട് കണക്റ്റഡ് എന്ന് പറഞ്ഞപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ എക്സ് നോട്ട് കണക്റ്റഡ് എന്ന് പറയാൻ പറ്റില്ല. ദിസ് ഇസ് കോൺട്രഡിക്ഷൻ ടു ദ അസംഷൻ ദാറ്റ് എക്സ് ഇസ് നോട്ട് കണക്റ്റഡ്. നമ്മൾ എക്സ് നോട്ട് കണക്റ്റഡ് ആകട്ടെ എന്ന് വിചാരിച്ചില്ലേ, വെറുതെ വിചാരിച്ചതാണ്. എക്സ് കണക്റ്റഡ് എന്ന് പ്രൂവ് ചെയ്യണം. അസംഷന് നമ്മുടെ അസംഷൻ തെറ്റാണ്. അതുകൊണ്ട് തന്നെ എക്സ് ഇസ് നോട്ട് കണക്റ്റഡ് ഈസ് പോസിബിൾ, ഈസ് നോട്ട് പോസിബിൾ. എക്സ് നോട്ട് കണക്റ്റഡ് എന്നുള്ളത് ഒരിക്കലും സാധിക്കത്തില്ല. അത് പറഞ്ഞ് ഇങ്ങനെ പരസ്പര വിരുദ്ധമായ രണ്ട് കാര്യം. നോട്ട് കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് എ ബാർ ഇന്റർസെക്ഷൻ ബി ബാർ ഈക്വൽ ടു ഫൈ എന്ന് പറയണം. പക്ഷേ നോട്ട് കണക്റ്റഡ് എന്നെടുത്ത് നമ്മൾ എക്സ് എ യൂണിയൻ ബി എന്ന് എഴുതിയതനുസരിച്ച് മുമ്പോട്ട് പോയാൽ നമുക്ക് എ ക്ലോഷർ ഇന്റർസെക്ഷൻ ബി ക്ലോഷറിൽ ഒരു പോയിന്റിനെ കിട്ടി. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നടക്കത്തില്ല. എന്താ കുഴപ്പം? എക്സ് ഇസ് നോട്ട് കണക്റ്റഡ്. എക്സ് ഇന്റർവൽ ആയിരിക്കുമ്പോൾ എക്സ് നോട്ട് കണക്റ്റഡ്, എക്സ് ഇന്റർവൽ ആയിരിക്കുമ്പോൾ എക്സ് നോട്ട് കണക്റ്റഡ് എന്ന് പറഞ്ഞതാണ് കുഴപ്പം. അതുകൊണ്ട് എക്സ് ഇന്റർവൽ ആയിരിക്കുമ്പോൾ എക്സ് നോട്ട് കണക്റ്റഡ് പറ്റത്തില്ല. എന്താണ്? എക്സ് കണക്റ്റഡ് ആണ്. ഇഫ് എക്സ് ഈസ് ആൻ ഇന്റർവൽ എക്സ് ഈസ് കണക്റ്റഡ്. വളരെ എളുപ്പമാണെന്ന് തോന്നുന്നു. ഇന്റർവൽ ആണെന്ന് എടുക്കുക, കണക്റ്റഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇഫ് നോട്ട് കണക്റ്റഡ് ആ കണ്ടീഷൻ ഉപയോഗിക്കും. എക്സിനെ എ യൂണിയൻ ബി എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ എ യൂണിയൻ ബി എന്ന് എഴുതി. എന്നൊരു പോയിന്റ് എടുത്തു, ഏത് പോയിന്റ് ആയിക്കോട്ടെ, ബി എന്നൊരു പോയിന്റ് എടുത്തു. അവരുടെ മിഡ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്തു. മിഡ് പോയിന്റ് ഒന്നുകിൽ എയിലായിരിക്കും അല്ലെങ്കിൽ ബിയിലായിരിക്കും. എയിലാണെങ്കിൽ നമ്മൾ അതിനെ എ ചേർത്ത് പേര് വിളിക്കും, ബിയിലാണെങ്കിൽ നമ്മൾ അതിനെ ബി ചേർത്ത് പേര് വിളിക്കും. അപ്പോൾ ഇന്റർവെല്ലിലെ രണ്ട് പോയിന്റ്സ് ആ എയിലെയും ബിയിലെയും പോയിന്റ്സ് എ യൂണിയൻ ബി എക്സ് എന്ന് പറയുന്ന ഇന്റർവെല്ലാണ്. ഇന്റർവെല്ലിലെ രണ്ട് പോയിന്റ്സ് ആണ്. മിഡ് പോയിന്റും ആ ഇന്റർവെൽ ഉണ്ടാവണം. അപ്പോൾ ഈ പ്രോസസ്സാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. എപ്പോഴും മിഡ് പോയിന്റ് അതേ ഇന്റർവെല്ലിൽ ഉണ്ടാവണം. അത് ചിലപ്പോൾ എയിലായിരിക്കും, ചിലപ്പോൾ ബിയിലായിരിക്കും. എയിലാണ് എ ചേർത്ത് പേര്, ബിയിലാണ് ബി ചേർത്ത് പേര്. നമുക്ക് എ എന്നും ബി എന്നും രണ്ട് സീക്വൻസ് കിട്ടും. മിഡ് പോയിന്റ് ആണ് എടുക്കുന്നത്, എയിലാണ് എ ചേർത്ത്. അപ്പോൾ എയിൽ ഫോം ചെയ്യുന്ന സീക്വൻസ് മുമ്പോട്ട് പോകും, ബിയിൽ ഫോം ചെയ്യുന്ന സീക്വൻസ് പുറകോട്ട് പോകും. പക്ഷെ എല്ലാ എ നോട്ടിനും ബി നോട്ടിനും ഇടയ്ക്കാണ്. എ നോട്ടും ബി നോട്ടും തമ്മിലുള്ള ഡിഫറൻസിന്റെ പകുതിയാണ് എ വണ്ണും ബി വണ്ണും തമ്മിലുള്ളത്. അതിന്റെ പകുതിയാണ് അടുത്ത ഇന്റർവെല്ലിന്റെ
എ ആൻഡ് ബിയും തമ്മിലുള്ള ഡിഫറൻസ് സീറോയിലേക്ക് പോകുന്നു. ഓർഡർ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി വെച്ച് രണ്ട് സീക്വൻസും ഒരേ ലിമിറ്റ് സിയിലേക്ക് വരുന്നു. ഈ സി എ ബാർ ഇന്റർസെക്ഷൻ ബി ബാറിലെ മെമ്പർ ആവുന്നു. അതൊരു കോൺട്രഡിക്ഷൻ ആവുന്നു. അങ്ങനെ നമ്മുടെ പ്രൂഫ് കംപ്ലീറ്റ് ആവും.